കേരള വാർത്തകൾ. കൊച്ചിയിലെ വൈപ്പിൻ ഫോർട്ട് കൊച്ചി റൂട്ടിലെ മൂന്നാമത്തെ റോറോ സർവീസ് ആരംഭിച്ചു. പുതിയ റോറോ സർവീസിൽ സ്ത്രീകൾക്ക് പൂർണ്ണമായും സൗജന്യ യാത്രയായിരിക്കുമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. കൊച്ചിയിലെ യാത്രക്കാർ ഏറെക്കാലമായി ഉന്നയിക്കുന്ന ആവശ്യത്തിന് ഒടുവിൽ പരിഹാരമായി. വൈപ്പിൻ ഫോർട്ട് കൊച്ചി റൂട്ടിലെ മൂന്നാമത്തെ റോറോ സർവീസ് ആരംഭിച്ചു. പുതിയ റോറോ സർവീസിന്റെ ഫ്ളാഗ് ഓഫ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നിർവഹിച്ചു. കെ.എസ്.ആർ.ടി.സി ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യയാത്ര പ്രഖ്യാപിച്ച പ്രിയദർശിനി പദ്ധതിക്ക് സമാനമായി പുതിയ റോറോ സർവീസിലും സ്ത്രീകൾക്ക് പൂർണ്ണമായും സൗജന്യയാത്രയായിരിക്കുമെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. കെ.എസ്.ആർ.ടി.സിയിലും റോറോ സർവീസിലും സൗജന്യയാത്രയിലൂടെ സ്ത്രീകൾക്ക് ലാഭിക്കാൻ കഴിയുന്ന തുക സുരക്ഷിതമായി നിക്ഷേപിക്കുന്നതിനായി കെ.എസ്.എഫ്.ഇയിൽ ഒരു പ്രത്യേക പിങ്ക് ചിട്ടി ആരംഭിക്കാവുന്നതാണെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. ഇപ്പോൾ ആരംഭിച്ച റോറോ പദ്ധതി കൊച്ചിയുടെ വരാനിരിക്കുന്ന വലിയ വികസന മുന്നേറ്റങ്ങളുടെ തുടക്കം മാത്രമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. വിനോദസഞ്ചാര മേഖലകൾക്ക് ഉണർവേകാൻ കൊച്ചിയിൽ ഫിലിം സിറ്റി, ഓഷ്യനേറിയം തുടങ്ങിയ വിപുലമായ പദ്ധതികൾ നടപ്പിലാക്കും. കൊച്ചിക്കുള്ള സർക്കാരിന്റെ ആദ്യ സമ്മാനമായി വലിയൊരു കുടിവെള്ള പദ്ധതി അടിയന്തരമായി നടപ്പിലാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കലൂർ കാക്കനാട് മെട്രോ റെയിലിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നു. നിർമ്മാണം 58% കഴിഞ്ഞെന്നാണ് KMRLന്റെ വിലയിരുത്തൽ. ഇൻഫോ പാർക്ക് കലൂർ സ്റ്റേഡിയം മെട്രോ റെയിലിന്റെ നിർമ്മാണം 58% കഴിഞ്ഞെന്നാണ് KMRLന്റെ വിലയിരുത്തൽ. പാലാരിവട്ടം, ബൈപ്പാസ്, ചെമ്പുമുക്ക്, വാഴക്കാല, പടമുകൾ, കാക്കനാട്, സെസ്, ചിറ്റേത്തുകര, രാജഗിരി, ഇൻഫോ പാർക്ക്, സ്മാർട്ട് സിറ്റി എന്നിവിടങ്ങളിലാണ് പാർക്കിംഗ് സൗകര്യം ഉൾപ്പെടെയുള്ള മെട്രോ സ്റ്റേഷനുകൾ നിർമ്മിക്കുന്നത്. 310 തൂണുകൾ ഉയർന്നു. 1/3 ഭാഗത്ത് പിയർ ക്യാപ്പുകൾ സ്ഥാപിച്ചു. 9 സ്റ്റേഷനുകളുടെ നിർമ്മാണം പുരോഗമിക്കുകയാണ്. സ്റ്റേഷനുകളിലേതുൾപ്പെടെ 469 തൂണുകളാണ് കാക്കനാട് മെട്രോയ്ക്കായി ആവശ്യം. പാലാരിവട്ടത്തും കലക്ട്രേറ്റ്, സിഗ്നൽ ജംഗ്ഷൻ ഭാഗങ്ങളിലുമാണ് പ്രധാനമായും ഇനി തൂണുകൾ ഉയരാനുള്ളത്. പടമുകളിൽ മാത്രമാണ് സ്റ്റേഷൻ നിർമ്മാണം തുടങ്ങാനുള്ളത്. ഇവിടെ സ്ഥലം ഏറ്റെടുക്കുന്ന നടപടികൾ അവസാന ഘട്ടത്തിലാണ്. ചെമ്പുമുക്കിലാണ് ഏറ്റവും ഒടുവിൽ മെട്രോ സ്റ്റേഷൻ നിർമ്മാണം തുടങ്ങിയത്. 11ാമത്തെ സ്റ്റേഷൻ സ്മാർട്ട് സിറ്റിക്കകത്താണ്. ഇവിടെ പണി തുടങ്ങിയിട്ടില്ല. സീപോർട്ട് എയർപോർട്ട് റോഡ്, പടമുകൾ ലിങ്ക് റോഡിൽ മെട്രോ റെയിൽ നിർമ്മാണത്തിന് വേഗം കൂട്ടിയിട്ടുണ്ട്. ഇവിടെ തൂണുകൾ സ്ഥാപിച്ച ശേഷം റോഡിന് വീതി കൂട്ടി പൂർണ്ണമായി തുറന്നുകൊടുത്താൽ സീപോർട്ട് എയർപോർട്ട് റോഡിലെയും സിവിൽ ലൈൻ റോഡിലെയും ഗതാഗതക്കുരുക്കിന് അയവ് വരുമെന്നാണ് വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്നത്തെ അറിയിപ്പുകൾ. ഓണത്തിന് കൂടുതൽ സ്പെഷ്യൽ ട്രെയിനുകൾ അനുവദിച്ച ഇന്ത്യൻ റെയിൽവേ. തിരുവനന്തപുരം നോർത്തിൽ നിന്നും മംഗളൂരുവിലേക്കും, ചെന്നൈയിൽ നിന്ന് കൊല്ലത്തേക്കും, ബംഗളൂരുവിൽ നിന്നും എറണാകുളത്തേക്കുമാണ് ട്രെയിനുകൾ അനുവദിച്ചത്. ഓണത്തോടനുബന്ധിച്ചുള്ള യാത്രാത്തിരക്ക് കണക്കിലെടുത്താണ് കൂടുതൽ സ്പെഷ്യൽ ട്രെയിനുകൾ ഇന്ത്യൻ റെയിൽവേ പ്രഖ്യാപിച്ചത്. തിരുവനന്തപുരം നോർത്തിൽ നിന്ന് മംഗളൂരുവിലേക്കും, ചെന്നൈ സെൻട്രലിൽ നിന്ന് കൊല്ലത്തേക്കും, ബംഗളൂരുവിലും എറണാകുളത്തിനുമിടയിലും പ്രത്യേക സർവീസുകളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. വിവിധ ദിവസങ്ങളിലായി ഓഗസ്റ്റിലും സെപ്റ്റംബറിന്റെ ആദ്യവാരത്തിലും ട്രെയിനുകൾ ഓടും. കേരളത്തിലെ പ്രധാന സ്റ്റേഷനുകളിൽ ഇവയ്ക്ക് സ്റ്റോപ്പുമുണ്ടായിരിക്കും. ചെന്നൈ കൊല്ലം സ്പെഷ്യലിൽ AC സ്ലീപ്പർ ജനറൽ കോച്ചുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബംഗളൂരു എറണാകുളം സ്പെഷ്യൽ ട്രെയിനുകളുടെ ടിക്കറ്റ് റിസർവേഷൻ ആരംഭിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.